സിറ്റി ഹീറോ ഷൊർണൂരിലൂടെ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം. സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ്. സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി മൊബൈൽസ്. സിറ്റി മൊബൈൽസ്, ബൈപ്പാസ് റോഡ്, ഷൊർണൂർ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനടുത്തുള്ള മലിനജലച്ചാലുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ പരസ്പരം പഴിചാരി നഗരസഭയും റെയിൽവേയും. റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിന്റെ ഭാഗമായി പുതിയ പാർക്കിംഗ് സ്ഥലം ഒരുക്കിയപ്പോൾ റോഡിന് സമീപത്തുള്ള അഴുക്കുചാൽ റെയിൽവേ ഉയരത്തിൽ നിർമ്മിച്ചതാണ് പ്രശ്നമാക്കിയത്. റെയിൽവേയുടെ സ്ഥലത്ത് പുതിയ മലിനജലച്ചാൽ നിർമ്മിച്ചതോടെ നഗരസഭാ പരിധിയിൽപ്പെടുന്ന തിയേറ്ററിന് സമീപത്തുള്ള മലിനജലച്ചാലിൽ മലിനജലം കെട്ടിനിൽക്കാൻ തുടങ്ങി. മലിനജലം കടന്നു പോകണമെങ്കിൽ റെയിൽവേ നിർമ്മിച്ച അഴുക്കുചാലിന്റെ ഉയരം കുറയ്ക്കുകയല്ലാതെ മറ്റു മാർഗവുമില്ല. ഇതോടെ സമീപത്തെ ജനങ്ങളും ആകെ ദുരിതത്തിലായി. ഈ ഷൊർണൂർ നഗരസഭയിൽ ഉണ്ടായിരിക്കുന്ന പാടത്ത് കൂടി ധാരാളം മഴവെള്ളം വരുന്ന ഒരു ചാലും അതുപോലെ അനുബന്ധിച്ചൊരു പാടമുണ്ട്. ആ പാടത്ത് കൂടി വരുന്ന വെള്ളം കംപ്ലീറ്റ് 2 ഡ്രൈനേജുകൾ കൂടിയാണ് നമ്മളുടെ റെയിൽവേയുടെ ഭാഗത്ത് കൂടെ പോയിക്കൊണ്ടിരുന്നത്. അവിടെ ഒരു പാർക്കിംഗ് ഏരിയ വന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് റെയിൽവേ ഒരു ചാല് നമുക്ക് പണിത് തന്നു. പക്ഷേ അതിൻ്റെ ഹൈറ്റ് കുറച്ച് കൂടുതലാണ്. ഇപ്പോൾ സംഭവം എന്ന് വെച്ചാൽ കഴിഞ്ഞ മഴ സമയത്തും ഈ പാടത്ത് കൂടെയുള്ള വേസ്റ്റ് വെള്ളം കംപ്ലീറ്റ് നമ്മുടെ ഈ പാടത്തോട് അനുബന്ധിച്ചുള്ള വീടുകളിൽ 12ഓളം കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട്. അവരുടെ വീടുകളിലൊക്കെ വെള്ളം കയറിയ ഒരു അവസ്ഥയുണ്ട്. ഇപ്പോൾ നിലവിൽ ധാരാളം ഡ്രൈനേജ് വേസ്റ്റുകൾ, സെപ്റ്റിക് വേസ്റ്റുകൾ കംപ്ലീറ്റ് റെയിൽവേയുടെ ചാൽ ഉയർന്നത് കാരണം ഈ ഭാഗത്തേക്കുള്ള ഡ്രൈനേജ് ഉയർന്നത് കാരണവും കയറി വരികയാണ്. കയറി വന്ന് ഈ പലതരം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മുൻകൂട്ടി കണക്കിലെടുത്ത് ഞാൻ നമ്മുടെ മുനിസിപ്പാലിറ്റിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. പലതരം പരാതികൾ കൊടുത്തു. ഇതുവരെ നടപടികളൊന്നും ആയിട്ടില്ല. വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ അടുത്തൊരു പരാതി റെയിൽവേക്ക് കൊടുക്കാനായിട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. കക്കൂസ് മാലിന്യം ഉൾപ്പെടെ ഒഴുകിയെത്തിയതോടെ ഇതുവഴിയുള്ള യാത്രയും ആകെ ദുരിതത്തിലായി. രാത്രിയിൽ കൊതുക് ശല്യവും രൂക്ഷമായതായാണ് നാട്ടുകാരുടെ പരാതി. വാർഡ് കൗൺസിലർക്കും നഗരസഭയ്ക്കും റെയിൽവേക്കും പരാതി നൽകിയെങ്കിലും നടപടിയില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. നഗരസഭയുടെ സ്ഥലത്തെ പ്രശ്നം പരിഹരിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും നടപടിയില്ലെന്നാണ് കൗൺസിലറുടെ വാദം. എന്നാൽ റെയിൽവേക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകുമെന്നാണ് നഗരസഭയുടെ മറുപടി. നഗരസഭയുടെ സ്ഥലത്താണ് പ്രശ്നങ്ങളെന്നാണ് റെയിൽവേ പറയുന്നത്. മഴക്കാലത്ത് മലിനജലച്ചാലിലൂടെ വെള്ളം റോഡിലേക്കും സമീപത്തെ വീടുകളിലേക്കും കഴിഞ്ഞ തവണ കയറിയിരുന്നു. അടുത്ത മഴക്കാലത്തിന് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇത് ഈ ഷൊർണൂർ ടൗണിലുള്ള മൊത്തം വെള്ളവും ഈ 2 ചെറിയ ചാലിൽ കൂടിയാണ് 2 വർഷം മുമ്പ് ഈ റെയിൽവേ ഇപ്പോൾ പണിത ഈ പാർക്കിംഗ് ഏരിയയുടെ അവിടെ പാടമായിരുന്നു. പാർക്കിംഗ് ഏരിയയിൽ ആ പാടത്തിലേക്ക് പോയിരുന്നത്. അപ്പോൾ പാർക്കിംഗ് ഏരിയ ഉയർത്തി പണിത കാരണം വെള്ളം പുറത്തേക്ക് പോകുന്നില്ല. കാരണം കഴിഞ്ഞ വർഷം ഇവിടെ ഞങ്ങളുടെ വീടുകളിലൊക്കെ വെള്ളം കയറി. ഈ വർഷം ഞങ്ങൾ എല്ലാ സ്ഥലത്തും പരാതി കൊടുത്തു, ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഇവിടെ കക്കൂസ് വെള്ളം കൂടി തുറന്നു വിട്ടിട്ട് ഈ ചാലിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് റിട്ടേണായിട്ട് വരികയാണ്. ഇപ്പോൾ റെയിൽവേ ഇത് ഉണ്ടായ കാരണം റെയിൽവേ ഉയർത്തി പണിതാണ്, പാർക്കിംഗ് ഏരിയ ഉയർത്തി പണിതാണ്. അത് നടപടിയൊന്നും എല്ലാ സ്ഥലത്തും കൊടുത്തിട്ടുണ്ട്. റെയിൽവേക്കും കൊടുത്തു, മുനിസിപ്പാലിറ്റിക്ക് കൊടുത്തു, PWക്ക് കൊടുത്തു. എവിടെ നിന്നും നടപടി ഉണ്ടായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, ഷൊർണൂർ. വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം. വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ 8 മുതൽ പ്രവർത്തിക്കുന്നു. മൂൺസ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, കിള്ളിമംഗലം, ഊതുവടി. ഫോൺ 8129005144.